ഹലോ കൂട്ടുകാരെ, ആർട്ട് ഓഫ് വില്ലേജ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുത്തുച്ചിപ്പി ബോട്ടിൽ ലില്ലി എന്ന് പറയുന്ന ഒരു ചെടിയുടെ പ്ലാന്റേഷനുമായി വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോവാം. ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വൈക്കോലിടാം. ഇത് വെള്ളം തങ്ങി നിൽക്കുന്നത് ഒഴിവാക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. ഇനി അടുത്തായി ചാണകവും മണ്ണും കൂടി ചേർത്തിട്ടുള്ള മിശ്രിതം നമ്മൾ ഇതിലേക്ക് ഇടാം. അതിനൊപ്പം ഒരു ജീവിയെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിനെ എടുത്ത് കളഞ്ഞു. അപ്പോൾ നമ്മൾ മണ്ണെടുക്കുന്ന സമയത്ത് കിട്ടിയ കുറച്ച് മണ്ണിരകളാണിത്. ഈ മണ്ണിരകളെയും കൂടി ഞങ്ങൾ ഇതിലേക്ക് ഇടുകയാണ്. കാരണം ഇത് മണ്ണിളക്കുന്നതിനും വളം മുകളിലേക്ക് കൊണ്ടുവരുന്നതിനും സഹായിക്കും. അടുത്തതായി നമുക്ക് മണ്ണ് കുറച്ച് കൂടുതലായതിനാൽ ആ മണ്ണ് കുറച്ച് കോരി മാറ്റേണ്ടതുണ്ട്. കാരണം നമ്മൾ വളം ഇടുമ്പോഴൊക്കെ മണ്ണ് കൂടുതലാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിത്തീരും. അടുത്തായി നമ്മളൊരു പ്ലാന്റ് നേരത്തെ നട്ടു. അടുത്തൊരു പ്ലാന്റ് കൂടി നടുകയാണ്. അപ്പോൾ നമ്മൾ ആ പ്ലാന്റ് എടുക്കുകയാണ്. അപ്പോൾ ഈ തൈ എടുക്കുന്ന സമയത്ത് ഇതുപോലെ വേരുള്ളത് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കാൻ ഉപകരിക്കും. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ചുവട് ഭാഗത്തേക്ക് മണ്ണ് കുറച്ച് അടുപ്പിച്ച് കൊടുക്കണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പുതിയ വേരുകൾ വരാൻ തുടങ്ങും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാനും കൂടി മറക്കരുത്. അടുത്തായി പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനൊരു പ്ലാന്റ് നടുമ്പോൾ അതിൻ്റെ ഇപ്പോഴുള്ള ഇലകളൊക്കെ നമ്മളൊന്ന് മുറിച്ച് മാറ്റുക. അത് തെഴുത്ത് വരുന്ന ഇല ഒഴികെ ബാക്കിയുള്ള ഇലകളൊക്കെ മുറിച്ച് മാറ്റുന്നത് നല്ലതാണ്. അത് ചെടി കൂടുതൽ വളരാനും കൂടി സഹായിക്കും. അപ്പോൾ അതും കൂടെ ഒപ്പം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തായി കുറച്ച് ചെടിയുടെ വിത്തുകൾ കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഈ പ്ലാന്റ് നടുമ്പോൾ ആ മണ്ണിലേക്ക് ഈ വിത്തും കൂടി വിതറി വെക്കുന്നുണ്ട്. ആ ചെടി വളരുന്നതോടൊപ്പം ആ വിത്തുകളും മുളയ്ക്കും. ഇതാണ് അവസാനം ആ പ്ലാന്റിൻ്റെ രൂപം. ഇനി വളരുന്നതിനായി കാത്തിരിക്കാം. അപ്പോൾ തുടർന്ന് ഇതുപോലുള്ള വീഡിയോ കാണുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.